ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ DSMS എന്ന് പറഞ്ഞ സ്റ്റുഡൻറ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന മെയിൻ മൊഡ്യൂൾസ് ആണ് സ്റ്റുഡൻറ് മാനേജ്മെന്റ്. സ്റ്റുഡൻസിനോടുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ മാനേജ് ചെയ്യാം. പിന്നെ ഫീ മാനേജ്മെൻറ്റ്, അതിൻ്റെ റിപ്പോർട്ടുകൾ, ഡ്യൂ റിപ്പോർട്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, കളക്ഷൻ റിപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എൻക്വയറി മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ലീഡ്സും അതിനെ ഫോളോ അപ്പ് ചെയ്യാനും അത് പുതിയ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫോളോ അപ്പ് നമുക്ക് ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ്, അങ്ങനത്തെ സ്റ്റാറ്റസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മളെ ഇൻകം എക്സ്പെൻസ് മാനേജ്മെൻറ്റ്, അതിൻ്റെ റിപ്പോർട്ടുകൾ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സിംഗിൾ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ യൂസറും മൾട്ടി ബ്രാഞ്ച് മാനേജ്മെൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് DSMS എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര അഡ്മിഷൻ ഉണ്ട്, എത്ര എൻക്വയറീസ് ഉണ്ട്, എത്ര കോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ എൻക്വയറിയിലുള്ള ലീഡ്സിലുള്ള ഫോളോ അപ്പിൽ എത്ര കുട്ടികൾ ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എത്ര കുട്ടികളുണ്ട്, അങ്ങനത്തെ ലിസ്റ്റൊക്കെ നമ്മൾ ജസ്റ്റ് ഈ ഡാഷ്ബോർഡിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഇതിലിപ്പോൾ സെർച്ച് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫോംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കുട്ടീൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യുക, അഡ്മിഷൻ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുക, പേര് വെച്ച് സെർച്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ആ കുട്ടി ഇതിൽ സമയത്ത് തന്നെ നമുക്ക് കുട്ടി എത്ര ഫീസ് അടച്ചു, അതിൻ്റെ ടോട്ടൽ ഫീ എത്ര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് കണ്ടോ കുട്ടി ഇതുവരെ അടച്ചിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ അതർ ഫീസിൽ എത്ര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ ടോട്ടൽ ഫീ, ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, റെമിറ്റഡ് എത്ര, ബാലൻസ് എത്ര, അതർ ഫീ ചില നമുക്ക് ഫൈൻ, എക്സാം ഫീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് ഫീ കളക്ഷനിലേക്ക് പോകണമെങ്കിൽ നേരെ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഒരു കുട്ടീൻ്റെ പ്രൊഫൈലിൽ കാണണമെങ്കിൽ നമുക്ക് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ കുട്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടും. കുട്ടീൻ്റെ അക്കാദമിക് ഡീറ്റെയിൽസ്, ഫീൻ്റെ ഡീറ്റെയിൽസ്, നോട്ട്സ്, ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ഇൻവോയ്സ്, സ്റ്റഡി മെറ്റീരിയൽ, അങ്ങനത്തെ കാര്യങ്ങൾ, PDF ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഒറ്റ ക്ലിക്കിൽ. ഇപ്പോൾ റെസിപ്റ്റ് വേണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ ആ കുട്ടീൻ്റെ ഓരോ സെമ്മിൻ്റെ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ പറ്റും. സെം വൈസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ റോ ഇവിടെ ഉണ്ടാവും. അത് ബില്ല് ജനറേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു പുതിയ ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും. നമുക്ക് 2-3 ടൈപ്പ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ളതും ഇതിലെല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമാണ്. ഇപ്പോൾ ടോട്ടൽ ഫീ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ സെമ്മ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, അത് എടുക്കാം. പിന്നെ ഈ സെമ്മിലിപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് സെം വരെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു ഇൻവോയ്സ്, കുട്ടിക്ക് എങ്ങനെ ഫീസ് അടയ്ക്കേണ്ടത് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇടയ്ക്കിട്ട് ഒരു ഇൻവോയ്സ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാം. അത് ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫീ കളക്ഷൻ, സ്റ്റുഡൻറ്റ് ഇൻവോയ്സ്. ഫീ കളക്ഷനിലാണ് നമ്മൾ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റുഡൻറ്റ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന മാസം അല്ലെങ്കിൽ ഇന്ന മന്തിൽ ഇത്ര ഫീസ് അടയ്ക്കണം, അങ്ങനത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാം. ടോട്ടലി പിന്നെ അറ്റൻഡൻസ് ആഡ് ചെയ്യാം. പിന്നെ യൂണിവേഴ്സിറ്റി പേയ്മെൻറ്റ്, അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് DD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടി പിന്നെ അറ്റൻഡൻസ് ആഡ് ചെയ്യുക, രജിസ്റ്റർ നമ്പർ, ഇപ്പോൾ അങ്ങനത്തെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ എൻറോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ, ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർക്ക് അങ്ങനത്തെ ക്ലാസ് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഏജൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ ഏജൻറ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേറെ ആരെങ്കിലും അഡ്മിഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തരുന്ന അഡ്മിഷൻ നമുക്ക് നോട്ട് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ സ്റ്റുഡൻസിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ്, സ്റ്റുഡൻറ്റ് നോട്ട് ആഡ് ചെയ്യാൻ, സർട്ടിഫിക്കറ്റ് മാനേജ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, SMS. പിന്നെ അതേഴ്സിൻ്റെ അകത്ത് നമുക്ക് പേയ്മെൻറ്റ് വൗച്ചർ എന്ന് വെച്ചാൽ നമ്മളെ എക്സ്പെൻസ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ഹെഡ് കൊടുക്കുക, അതിൻ്റെ സബ് ഹെഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇന്ന കോഴ്സിൽ എത്ര എക്സ്പെൻസ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പേയ്മെൻറ്റ് മോഡ് നമുക്ക് ഡാഷിൽ ആഡ് ചെയ്യും, കൊടുക്കുകയൊക്കെ ചെയ്യാം.
പിന്നെ അതേഴ്സിൻ്റെ അകത്ത് വരുന്ന ഫീ റീഫണ്ട്, അതർ ഇൻകം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അതർ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളെ എടുക്കുന്ന എന്തെങ്കിലും ഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫീസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതർ ഇൻകം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മോഡിഫൈയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് മോഡിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. റിപ്പോർട്ട്സിൻ്റെ അകത്ത് ഫുൾ റിപ്പോർട്ടാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഇൻഫോ റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. പിന്നെ കോഴ്സിലുള്ള അല്ലെങ്കിൽ ഇന്ന ബാച്ചിലുള്ള കുട്ടികളെ ലിസ്റ്റ് കിട്ടണം. അപ്പോൾ ആ ബാച്ച് മാത്രം നമുക്ക് തൊട്ട് സെലക്ട് ചെയ്യാം. പിന്നെ ബോർഡ്, യൂണിവേഴ്സിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് ഏത് ഫീൽഡൊക്കെയാണോ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഫോൺ നമ്പർ, മൊബൈൽ നമ്പറും അഡ്മിഷൻ നമ്പറും പേരും മാത്രം മതി വെച്ചാൽ അത് മാത്രം ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് കൊടുത്താൽ അതിൻ്റെ ലിസ്റ്റ് അത് നമുക്ക് എക്സലിലേക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ആണ്. ഇത് കംപ്ലീറ്റ് റിപ്പോർട്ടാണ് വരുന്നത്. ഇപ്പോൾ ടോട്ടൽ റിപ്പോർട്ട്, ജസ്റ്റ് റിപ്പോർട്ടാണ്, സ്റ്റുഡൻറ്റ് റിപ്പോർട്ട്, ഇൻവോയ്സ് റിപ്പോർട്ട്, ഇൻകം എക്സ്പെൻസ് ആൻഡ് ഡെബിറ്റ് ലെഡ്ജർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് നമ്മളെ എൻക്വയറി സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ആഡ് എൻക്വയറി, എഡിറ്റ് എൻക്വയറി, അങ്ങനത്തെ എൻക്വയറി, ഫോളോ അപ്പ്, സ്റ്റുഡൻറ്റ് കൗൺസിലർ ആഡ് ചെയ്യാൻ, അങ്ങനത്തെ അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു എൻക്വയറി ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കാം. പിന്നെ എൻക്വയറി ഫോളോ അപ്പിൻ്റെ സ്റ്റാറ്റസ് കൂടെ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് എന്നാൽ ഫോളോ അപ്പ് ചെയ്യേണ്ട ആ ഡേറ്റ് കൊടുക്കാം. ഫോളോ അപ്പ് സ്റ്റാറ്റസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അത് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഡേറ്റിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട ലിസ്റ്റോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട ലിസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനും അത് വെച്ച് ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ നമുക്കിവിടെ പറ്റും. അപ്പോൾ കണ്ടോ, ഇതൊക്കെ എൻക്വയറീസ് ആണ്. അപ്പോൾ അതിൻ്റെ നേരെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഓപ്പൺ ആയി പോവായിരുന്നു. നമുക്ക് ഡാറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇത് തന്നെ നമുക്ക് അഡ്മിഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിൻ്റെ പ്രൊഫൈൽ എടുത്താൽ അതിന് ചെയ്തിട്ടുള്ള ഫോളോ അപ്പ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ടൂൾസ് അല്ലെങ്കിൽ ഡാഷ്ബോർഡ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ വരുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് കോഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ റെസിപ്റ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ യൂസർ മാനിപ്പുലേഷൻ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ടോട്ടലി നമുക്ക് നമ്മളെ DSMS എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സോഫ്റ്റ്വെയർ. ഇതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും റിപ്പോർട്ടും കാര്യങ്ങളും ഇനി പുതിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.